കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 14. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠഗുരുവംഭോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ. അമ്പത്തൊരക്ഷരവുമോരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക. ഹരിനാരായണായ നമഃ. അതാണ് 14-ാമത്തെ. ഇത് അധികം പറയാനില്ല, അപ്പം നമുക്ക് 15 കൂടി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. അത്രയ്ക്ക് ഇതിൽ ഞാൻ ഇങ്ങനെ എഴുതാൻ പോകണമെന്ന് പറയണേ ഉള്ളൂ. ഇഹ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ, അതായത് ഈ ഹരിനാമ കീർത്തനത്തിൽ ഞാനും ഇപ്രകാരം എന്ത് അംഭോരുഹാക്ഷം, അതായത് ഭഗവാനെ ചെന്താമരക്കണ്ണനെ സ്തുതിക്കുന്നു. ചെന്താമരക്കണ്ണനെയും എൻ്റെ മനസ്സിൽ, പിന്നെയോ ചെന്താമരക്കണ്ണനെ മാത്രമല്ല ശ്രീ നീലകണ്ഠ ഗുരു, 2 നിലയ്ക്കും എടുക്കാൻ വേണമെങ്കിൽ ശിവൻ എന്ന ഗുരു ആവാം, അല്ലെങ്കിൽ എഴുത്തച്ഛൻ്റെ ഗുരുവിൻ്റെ പേര് നീലകണ്ഠൻ ആയിരുന്നിരിക്കാം. എങ്ങനെയായാലും ഒന്നെങ്കിൽ ശിവനെന്ന് ചിലർ അങ്ങനെ പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് എഴുത്തച്ഛൻ്റെ ഗുരു തന്നെ ആയിരിക്കും. എങ്ങനെയായാലും ഗുരുവിനെയും ഭഗവാനെയും നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു. അൻപേണം എന്താ, ഭഗവാന്റെ കാരുണ്യം എന്നിൽ വർഷിക്കണം. എൻ മൊഴിയിൽ, അതായത് എൻ്റെ വാക്കുകളാൽ ഞാൻ നിർമ്മിക്കുന്ന ഈ കൃതിയിൽ അല്ലെങ്കിൽ ഹരിനാമ കീർത്തനത്തിൽ 51 അക്ഷരവും ഓരോന്നിൽ, അതായത് നമ്മുടെ അക്ഷരമാലയിലത്തെ 51 അക്ഷരങ്ങളും ഓരോന്നായി ക്രമത്തിൽ അൻപോടു ചേർക്ക. ഭംഗിയായി എനിക്ക് ചേർത്ത് എഴുതാൻ എന്നിൽ കാരുണ്യം ചൊരിയണം. ഹരിനാരായണായ നമഃ. അതായത് ഇതിൽ ചില വ്യാഖ്യാനത്തിലൊക്കെ വ്യത്യാസമാണ് കേട്ടോ. കാരണം ഞാൻ മെയിനായിട്ട് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെയാണ് ഫോളോ ചെയ്യണം, മറ്റൊന്നും ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പിന്നെ 2 തരത്തിൽ ഞാൻ പറഞ്ഞു കണ്ടു. അതായത് ഭഗവാനെയും പിന്നെ വന്ദിച്ചു, പിന്നെ ഗുരുവായിട്ടുള്ള ശിവനെയോ അല്ലെങ്കിൽ നീലകണ്ഠ ഗുരു എന്ന് പറഞ്ഞ അവനവൻ്റെ പിന്നെ മനുഷ്യനായിട്ടുള്ള ഗുരുവിനെയോ ആണോ നിശ്ചയില്ല. എന്തായാലും പിന്നെ ആദ്യം ഭഗവാനെ എന്താണ് അംഭോരുഹാക്ഷൻ എന്ന് പറഞ്ഞുവല്ലോ, ഭഗവാനെയും ശ്രീനീലകണ്ഠ ഗുരുവിനെയും വന്ദിക്കുന്നു. അതായത് ഭഗവാനും ഗുരുവും, ആക്ച്വലി ഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ കാണണമെന്ന് പറയുമല്ലോ. ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ അദ്ദേഹം ഭഗവാനെ പോലെ തന്നെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇതിൽ ഭഗവാനും ഗുരുവും എൻ്റെ ഉള്ളിൽ ഉദിച്ച് എനിക്ക് എഴുതാൻ കൃപ വർഷിക്കണേ എന്ന് പറയുകയാണ്. ഈ 51 അക്ഷരം ഉണ്ടേ, 16 സ്വരവും 35 വ്യഞ്ജനവും. സ്വരങ്ങൾ ആ എന്നുള്ളത് 16, വ്യഞ്ജനം കാക്ക അത് മുഴുവൻ 35. അപ്പോൾ ഈ 51 അക്ഷരങ്ങൾ ഉള്ളത് ക്രമത്തിൽ ഓരോന്നായി ഓരോ ശ്ലോകത്തിൽ ഉപയോഗിച്ച് എനിക്ക് ഈ ഹരിനാമ കീർത്തനം എന്ന കൃതി രചിക്കാൻ കാരുണ്യം വർഷിക്കണേ, അനുഗ്രഹിക്കണേ എന്നാണ് ഇതിൽ പറയണത്. അതായത് ഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെയാണെന്ന് പറയുമല്ലോ. ഒരു ശ്ലോകം മറ്റേ ഡോക്ടർ പി സി ബാലകൃഷ്ണൻ്റെ അദ്ദേഹം ഗുരുവിനെ പറ്റി ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്, വളരെ നല്ലതാണ്. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാകുമാചാര്യനെ കൈതൊഴുന്നേൻ. അതായത് ഗുരുവിനെ ശിവനായിട്ട് തന്നെ കാണുന്നുണ്ട് അതിൽ. അപ്പം അങ്ങനെ ഗുരുവും ഭഗവാനും ഏകദേശം ഒരുപോലെയാണെന്നൊക്കെ. അപ്പം അങ്ങനത്തെ ഗുരുവും ഭഗവാനും എന്നിൽ കാരുണ്യം വർഷിക്കണേന്നാണ്. അതോ ആദ്യത്തെ 4 ശ്ലോകം നമ്മൾ പറഞ്ഞുല്ലോ, വന്ദനവും വിഷയത്തിനെ പറ്റി പറയാമെന്ന്.
ആ 4 ശ്ലോകം കഴിഞ്ഞിട്ട് പിന്നെ 9 ശ്ലോകം കൊണ്ട് ഹരിശ്രീ ഗണപതയെ നമ എന്നതിലത്തെ അക്ഷരങ്ങൾ വെച്ച് എഴുതി. അതായത് ഒരു ശ്ലോകത്തിൽ മാത്രം ഹരി എന്ന് 2 അക്ഷരം വെച്ചു. പിന്നെ ശ്രീ വെച്ച് ഗ ന പ ത എ ന മ അങ്ങനെ ചെയ്തു. അപ്പോൾ 13 അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ 14ാമത്തെ ഇനി സ്വരം തുടങ്ങുകയാണ്. ആന്ന് വെച്ചിട്ട് തന്നെയാണ് അത്. ആദ്യത്തെ 4 പിന്നെ 9 ഹരിശ്രീ ഗണപതയെ നമയും കഴിഞ്ഞ് ഇനി 16 സ്വരങ്ങളും 35 വ്യഞ്ജനങ്ങളും വെച്ച് 51 ശ്ലോകം കൂടി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരോട്? ഭഗവാനോടും തൻ്റെ ഗുരുവിനോടും. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ തുടങ്ങി, ഇനി അടുത്തതിൽ ആന്നാവും കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഇതിൽ പറയാനുള്ളൂ. കാരണം ഞാൻ എഴുതാൻ എന്നെ അനുഗ്രഹിക്കണേ. ഈ അക്ഷരമാലയിലത്തെ എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് ഓരോന്നായി ക്രമത്തിൽ ഓരോ ശ്ലോകത്തിൻ്റെയും ആദ്യ അക്ഷരമായി ഉപയോഗിച്ച് എനിക്ക് ഈ ഹരിനാമകീർത്തനം മുഴുവനാക്കാൻ ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവണേന്ന്. അപ്പം ഞാൻ 14 വായിച്ച് നമുക്ക് 15 കൂടി ഇന്ന് ചെയ്യാം. അൻപേണമെൻ മനസി ശ്രീനീലകണ്ഠ ഗുരുവംഭോരുഹാക്ഷമിതി വാഴ്ത്തുന്നു ഞാനുമിഹ. 51 ഓരോന്നിതൻ മൊഴിയിൽ അൻപോടു ചേർക്ക ഹരിനാരായണായ നമഃ. ഇനി നമുക്ക് 15 കൂടിയും ചെയ്യാം ഇന്ന്. അപ്പോൾ 15 വായിക്കാട്ടോ. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാവലിവയിലോരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക നാരായണായ നമ. അതിൻ്റെ അർത്ഥം നോക്കാം. ഇതൊക്കെയും എന്താ ഈ കാണുന്ന ഇതൊക്കെയും എന്നുണ്ടല്ലോ, ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയും എന്നുണ്ടല്ലോ. അതിൽ ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ എന്തിനെ പറ്റിയാണ് പറയണോ? ഈ കാണുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ആദ്യക്ഷരത്തിൽ, അതായത് നിത്യസത്യമായ പരബ്രഹ്മത്തിൽ ഉളവായൊന്നു ഉണ്ടായിട്ടുള്ളതാണ്. ഇത് പറഞ്ഞാൽ അപ്പം പിന്നെ പ്രപഞ്ചം, അതായത് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ ആ പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്. അത് നമുക്ക് അറിയാലോ. ഈ പ്രപഞ്ചം ആദ്യ അക്ഷരത്തിൽ അടങ്ങുന്നതും മാത്രമല്ല, ഉണ്ടാവണത് അതേ, സ്ഥിതി ചെയ്യണത് അതേ, അടങ്ങണതും എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവിൽ തന്നെ അടങ്ങുന്നതും അല്ലെങ്കിൽ അഥവാ ലയിക്കുന്നതും കരുതി, അങ്ങനെ വിചാരിച്ച് അല്ലെങ്കിൽ കണക്കാക്കി ഇവയിൽ 51 അക്ഷരങ്ങളിൽ ആദ്യക്ഷരാൽ ഈശ്വരൻ്റെ വാക്കു തന്നെയായ ആദ്യത്തെ അക്ഷരം തൊട്ട് ആ കഴിഞ്ഞതിൽ ചെയ്തൂലോ, ഓരോന്നെടുത്ത് ക്രമത്തിൽ ഓരോ അക്ഷരമായി എടുത്ത് പരികീർത്തിപ്പതിന്, അതായത് ഭഗവാനെ കീർത്തിക്കുന്നതിന്, ഈ ഹരിനാമ കീർത്തനം എഴുതി സ്തുതിക്കുന്നതിന് അരുൾക, എനിക്ക് അനുഗ്രഹം തരണേ ഹരിനാരായണായ നമഃ. അപ്പോൾ ഇതിലെന്താണ് സാരമായിട്ട് പറയാച്ചാൽ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചവും അതിലെ എല്ലാ വസ്തുക്കളും ആദ്യക്ഷരമായ അനാദിയും അനന്തവും ആയ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായി. അതിൽ തന്നെ ആ ബ്രഹ്മത്തിൽ തന്നെ വർത്തിക്കുന്നു, അതിൽ തന്നെ ലയിക്കുന്നു. അല്ലേ? എവിടുന്നാണ് ഉണ്ടാവണത്? ഈ ബ്രഹ്മത്തിൽ നിന്ന്, പരബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു, അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, അവസാനം അതിൽ തന്നെ ലയിക്കുന്നു. അപ്പോൾ എപ്പോഴും ഉള്ളത് ഏതാണ്? ഇതിനൊക്കെ ജനനം, നിലനിൽപ്പ്, നാശം. അങ്ങനെ ഇല്ലാത്തത് ഏതാണ്? ആ പരബ്രഹ്മം മാത്രം. ഇത് മനസ്സിലാക്കി, അഥവാ
ഈ വിചാരത്തോടെ ഇതിനെ നല്ലോണം മനസ്സിൽ കണക്കാക്കിയിട്ട് ഇതൊക്കെ ഉത്ഭവിക്കണതും സ്ഥിതി ചെയ്യണതും ലയിക്കണതും ഒരേ ഒരു ആ പരമാത്മ ചൈതന്യത്തിലാണ് എന്ന് മനസ്സിലാക്കി ഈ വിചാരത്തോടെ അക്ഷരമാലയിലത്തെ ഓരോ അക്ഷരങ്ങളും യഥാക്രമം ഉപയോഗിച്ച് അങ്ങയെ സ്തുതിക്കുന്ന കീർത്തന ശ്ലോകങ്ങൾ ഉണ്ടാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ നാരായണായ നമഃ എന്നാണ് അതിൻ്റെ സാരമായിട്ട് പറയാച്ച. ഈ നമുക്കിപ്പോൾ മനസ്സിലായി അസ്ഥിരാണ് ദൃശ്യപ്രപഞ്ചം എന്ന്. കാരണം ഉണ്ടാവണു, സ്ഥിതി ചെയ്യണു, ലയിക്കണു അല്ലേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടിക്ക് മുമ്പുണ്ട് പരമാത്മ ചൈതന്യം, സൃഷ്ടി കഴിഞ്ഞാലും ഉണ്ട്, സ്ഥിതിയുടെ സമയത്തും ഉണ്ട്, നശിക്കണ സമയത്തും ഉണ്ട്, നശിച്ച് കഴിഞ്ഞാലും ഉണ്ട്, നിത്യസത്യമായിട്ട് അല്ലേ? അപ്പോൾ ഈ അസ്ഥിരമായിട്ടുള്ള ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ആശ്രയവും കാരണവും ആയിട്ടുള്ള സത്യം ഏതാണ്, അല്ലെങ്കിൽ ആ സ്ഥിരമായ സത്യം ഏതാണ് എന്ന് അന്വേഷിക്കുന്നതിനെയാണ് നമ്മൾ സത്യാന്വേഷണം എന്ന് പറയണത്. അതായത് എവിടെ നിന്നാണ് ഇത് വരണത്, ഈ പ്രപഞ്ചം എന്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കണത്, എന്തിലാണ് പിന്നെ പോയി മറയണത്, അതന്വേഷിക്കലാണല്ലോ സത്യാന്വേഷണം. കാരണം സത്യം കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഈ ഭൃഗുമഹർഷി വരുണദേവനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വരുണദേവൻ സംശയമില്ലാതെ പറഞ്ഞു അത്രേ, പരമകാരണം ബ്രഹ്മം തന്നെയാണ് എന്ന് സംശയമില്ലാതെ പറഞ്ഞു അത്രേ. അതായത് അത് സ്ഥിരമുള്ളതാണ്, അത് അക്ഷരം ചെന്താ നാശമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അതിനെ അക്ഷര ബ്രഹ്മം എന്ന് പറയണത്. ക്ഷരമില്ല, നാശമില്ല. ബാക്കി എല്ലാറ്റിനും നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ, ജഡവസ്തുക്കളൊക്കെ ഉണ്ടാവുക, പിന്നെ നിലനിൽക്കുക, വർദ്ധിക്കുക, പരിണാമം, ക്ഷീണം, നാശം എന്നൊക്കെ പറഞ്ഞില്ലേ 6 അവസ്ഥ. അതൊന്നും ഇല്ലാത്തതാണ് ഏത്? ഈ പരമകാരണമായിട്ടുള്ള ബ്രഹ്മം. അപ്പം അത് സ്ഥിരമാണ്, അത് ക്ഷരമില്ലാത്തതാണ്, വെച്ചാൽ നാശമില്ലാത്തതാണ്. അതുകൊണ്ട് അത് അക്ഷരമാണെന്ന്. മാത്രമല്ല ആദ്യം തന്നെ സൃഷ്ടിക്ക് മുമ്പും കൂടി ഉള്ളതാണല്ലോ, ആദിയിൽ തന്നെ ഉള്ളതായതുകൊണ്ട് അതിന് ആദ്യക്ഷരം എന്നും പറയാം. അക്ഷരം എന്ന് പറയാം, ക്ഷരം ഇല്ലാത്തതുകൊണ്ട്, നാശമില്ലാത്തതുകൊണ്ട്. ആദിയിലുള്ളതായതുകൊണ്ട് ആദ്യാക്ഷരം എന്ന് പറയാം. അതിൻ്റെ പ്രതീകമാണ് ഓങ്കാരം എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ. ഓങ്കാരം തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞുല്ലോ നമ്മൾ. ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ആദിയിലുള്ളതിനെയാണ് ആദ്യാക്ഷരം എന്നോ ഓം എന്നൊക്കെ പറയണത്. പിന്നെ തൈത്തരീയോപനിഷത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്ന് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞു. സത്യജ്ഞാനം അനന്തമാണ് ബ്രഹ്മം എന്ന് പറയുന്നുണ്ട്. അതായത് ജ്ഞാനം ചെന്നാൽ ശുദ്ധബോധം അല്ലേ? അനന്തം പറഞ്ഞാലോ കാലാതീതം, ഇൻഫിനിറ്റ്. സത്യം എന്ന് പറഞ്ഞാൽ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ മാറ്റമില്ലാതെ സത്യമായി നിൽക്കുന്നത്, ഒരേപോലെ നിൽക്കുന്നതാണ് സത്യം 3 കാലങ്ങളിലും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശുദ്ധബോധം, അതായത് ശുദ്ധബോധം ആണത്, അഖണ്ഡ ശുദ്ധബോധം. അനന്തം പറഞ്ഞാൽ ഇൻഫിനിറ്റ്, അതാണ് ഏത്? ബ്രഹ്മം എന്ന് പറയണതേ. ഈ ബോധത്തിൽ, ഈ അഖണ്ഡബോധത്തിൽ പൊന്തി വന്ന് മറയുന്നതാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ മുഴുവനെയും. ഈ അഖണ്ഡബോധത്തിൽ പൊന്തി കുറച്ച് നേരം നിന്ന് മറയുക. നമ്മൾ പറഞ്ഞുല്ലോ ഇതിനു മുമ്പൊരു ശ്ലോകത്തിൽ, വെള്ളത്തിൽ കുമിള പൊന്തി കുറച്ച് നേരം നിന്നു, പൊട്ടി വെള്ളം തന്നെയായി. അപ്പോൾ കുമിള ഉണ്ടാവണതിന് മുമ്പേ വെള്ളം മാത്രമേ ഉള്ളൂ. ശരിക്ക് കുമിള ഉണ്ടായാലും വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളം തന്നെയാണ്. കുമിള പൊട്ടി കഴിഞ്ഞാലും വെള്ളമേ ഉള്ളൂ. അതുപോലെയാണ് ഈ ശുദ്ധബോധത്തിൽ പൊന്തി മറയുന്നതാണ് പ്രപഞ്ചദൃശ്യങ്ങൾ മുഴുവനെന്ന്. പിന്നെ ഇതിൽ ആദ്യാക്ഷരാവലി എന്ന് പറഞ്ഞുല്ലോ. ആദ്യ അക്ഷരം എന്ന് പറഞ്ഞത് ബ്രഹ്മത്തിന് തന്നെ. ആദ്യ അക്ഷരാവലി പറയണത് ശബ്ദബ്രഹ്മത്തെ കുറിക്കുന്നു, ശബ്ദബ്രഹ്മത്തിനെയാണ്. അതായത് ആദ്യ അക്ഷരാവലി എന്ന് പറഞ്ഞാൽ ശബ്ദപ്രപഞ്ചത്തെയാണ് കുറിക്കണം. ഓർമ്മയില്ലേ, നമ്മൾ പറഞ്ഞുല്ലോ
താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ആദ്യം ശബ്ദം, പിന്നെ ആകാശം, സ്പർശം, വായു, രൂപം, അഗ്നി അല്ലെങ്കിൽ തേജസ്, രസം, ജലം, ഗന്ധം, ഭൂമി. അങ്ങനെ 5 തന്മാത്രകളും 5 പഞ്ചഭൂതങ്ങളും ഉണ്ടായി. പിന്നെയാണല്ലോ അപ്പം ഈ താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദം ആണ് ആദ്യം ഉണ്ടായതേ. ആകാശത്തിൻ്റെ തന്മാത്രയാണ്. അപ്പോൾ ആദ്യക്ഷരാവലി എന്ന് പറഞ്ഞാൽ ശബ്ദപ്രപഞ്ചത്തിന് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യണത്. 35 വ്യഞ്ജനങ്ങളും 16 സ്വരങ്ങളും കൂടി 51 അക്ഷരങ്ങളാണുള്ളത്. പിന്നെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്ഷരാണാമകാരോസ്മി എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ, ഇല്ലേ? അപ്പോൾ ഞാൻ 4 വ്യാഖ്യാനം ഞാൻ കണ്ടത്. 2 വ്യാഖ്യാനത്തിൽ ഓം എന്നുള്ളതിനെ 3 ആക്കി തിരിക്കുമ്പോൾ അകാരം ഉകാരം മകാരാണല്ലോ. 2 വ്യാഖ്യാനത്തിൽ അകാരം വിഷ്ണുവിനെ കുറിക്കുന്നു എന്നും 2 വ്യാഖ്യാനത്തിൽ അകാരം ബ്രഹ്മാവിനെ കുറിക്കുന്നു എന്നും ഉകാരാണ് സത്വസ്വരൂപമായിട്ടുള്ള വിഷ്ണു എന്ന് ഒന്നിൽ, മറ്റേൽ ഉകാരം ബ്രഹ്മാവ്, അങ്ങനെ 2 തരത്തിലും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അകാരം വിഷ്ണുവിനെ കുറിക്കുന്നു എന്ന് പറയണമെന്ന് എടുക്കുകയാണ് കുറച്ചും കൂടി ഉചിതം. എന്താ വെച്ചാൽ വേറെ ചിലതിൽ ഉകാരം വിഷ്ണുവിനെ കുറിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ അകാരം എടുത്താൽ തന്നെയാണ് നമുക്ക് നല്ലത്. എന്താ വെച്ചാൽ ആകാശം വിഷ്ണുവാണ് എന്ന് നമ്മൾ എടുത്താൽ ഈ ശ്ലോകം കീർത്തനം തുടങ്ങുന്നത് തന്നെ ഹരിയിൽ നിന്നാവുമല്ലോ, അല്ലേ? അകാരം അതായത് അ എന്ന് തുടങ്ങിയിട്ടാണല്ലോ അൻപോടെ, അതല്ലേ നമ്മൾ കഴിഞ്ഞ ശ്ലോകം ചെയ്ത ആന്ന് തുടങ്ങിയ ശ്ലോകം എന്താ? അൻപേണം എൻ മനസ്സിൽ എന്നല്ലേ. അപ്പം ആന്ന് വെച്ചിട്ടാണ് ഹരിനാമ കീർത്തനം തുടങ്ങിയത്. അതുപോലെ ഹരിശ്രീ ഗണപതയെ നമ്മയായിരുന്നല്ലോ. പിന്നെ അക്ഷരാവലിയിലത്തെ ആദ്യത്തെ അക്ഷരം അ വെച്ച് തുടങ്ങിയപ്പോൾ അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അകാരം വിഷ്ണു ആണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ശ്ലോകം അല്ലെങ്കിൽ ഈ ഹരിനാമകീർത്തനം തുടങ്ങണത് ഭഗവാനിൽ നിന്നാവും ആണെന്ന് വരുമല്ലോ. അതുകൊണ്ട് ഇവിടെ അകാരം വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ട് എടുക്കുകയാണ് കുറച്ചും കൂടി ഉചിതം. പക്ഷേ അകാരം രജോ ഗുണാണെന്നും ബ്രഹ്മാവാണെന്നും ഉകാരം സത്വഗുണാണ് വിഷ്ണുവാണെന്നും മകാരം ശിവനാണെന്നും വേറൊരു ഇതിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അകാരം സത്വഗുണം വിഷ്ണു എന്ന് എടുക്കാവും കുറച്ചും കൂടിയും. സൃഷ്ടിയല്ല, സ്ഥിതിയാണത്. പക്ഷേ എടുത്താൽ കുറച്ചും കൂടിയും ഉചിതാവും തോന്നുന്നു. എന്തായാലും അകാരം വെച്ചിട്ടാണ് ആദ്യത്തെ ശ്ലോകം തുടങ്ങിയത്. അങ്ങനെ അത് വിഷ്ണുവാണ്, നമ്മൾ വിഷ്ണുവിൻ്റെ പ്രതീകമാണെന്ന് എടുത്താൽ കീർത്തനം തുടങ്ങുന്നത് ആദ്യ ഹരിയിൽ വെച്ചാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പിന്നെ ഈ ജഗത്ത് ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ പിന്നെ എന്താണ് നല്ലതായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ ജഗത്ത് വിശ്വാകാരമായി നിൽക്കുന്ന വിരാട് സ്വരൂപൻ്റെ ദേഹമാണെന്ന് വിരാട് സ്വരൂപ വർണ്ണനത്തിൽ പറയുന്നുണ്ടല്ലോ. അതായത് ജഗത്ത്, അതായത് ഭഗവാൻ അല്ലെങ്കിൽ പരബ്രഹ്മം വിശ്വാകാരമായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിരാട് സ്വരൂപം മനസ്സിൽ കാണുകയാണെന്ന് വെച്ചാൽ വിരാട് പുരുഷൻ്റെ അംഗങ്ങളായിട്ടാണ് ഓരോന്നിനെയും. ഇപ്പം നമ്മൾ പറയൂലോ, മേഘം തലമുടിയാണ് ഭഗവാന്റെ, പിന്നെ എന്താ പറയുക, രോമങ്ങൾ മരങ്ങളാണ്, അല്ലേ? പിന്നെ കണ്ണും സൂര്യചന്ദ്രന്മാരാണ് കണ്ണുകൾ. പിന്നെ എന്താ പറയുക, പിന്നെ നാഡികളും ഒക്കെ നദികളാണ്, അല്ലേ? പിന്നെ പർവ്വതങ്ങൾ എല്ലുകളാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയൂല. അപ്പോൾ ഈ ജഗത്ത് തന്നെ വിശ്വാകാരമായി നിൽക്കണ വിരാട് സ്വരൂപൻ്റെ ദേഹമാണ് ഏത്? ഈ ജഗത്ത്. അപ്പോൾ ആ വിരാട് സ്വരൂപ വർണ്ണനത്തിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് പിന്നെ കാലടി പാതാളാണ്. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ബാക്കി 7 ലോകങ്ങൾ അര വരെ, പിന്നെ അര ഭൂമിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ വിരാട് സ്വരൂപ വർണ്ണനത്തിലുണ്ടല്ലോ. അപ്പോൾ ആ വിശ്വമാകുന്ന ദേഹത്തിൻ്റെ, അതായത് യൂണിവേഴ്സൽ ബോഡി എന്ന് പറയുക, വിശ്വാകാരമായി നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ? ആ വിശ്വമാകുന്ന ദേഹത്തിൻ്റെ, ഈ ലോകത്തിനെ മുഴുവൻ ഒരു ദേഹമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ വിശ്വമാകുന്ന ദേഹത്തിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബോഡി എന്ന് പറയാം.
അതിൻ്റെ ഉള്ളിലിരുന്ന് ഈ ലോകത്തിനെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയെ നമ്മൾ അറിയണമല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അതാണല്ലോ ജീവാത്മാവെന്ന് നമ്മൾ പറയും അല്ലേ. ചൈതന്യം, പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ജീവൻ ഉണ്ടാവണത്. അപ്പോൾ നമ്മുടെ വെഷ്ടി ജീവൻ എന്ന് പറയും. പക്ഷേ ഈ ലോകത്തിൻ്റെ മുഴുവൻ ബോഡി, ലോകത്തിന് യൂണിവേഴ്സൽ ബോഡിയായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ശക്തി, അതാണ് സമഷ്ടി ജീവൻ. ആ സമഷ്ടി ജീവനും പരമാത്മാവും ഒന്ന് തന്നെയാണ്. ആ പരമാത്മാവിൻ്റെ ശക്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ വ്യാപിച്ച് നിൽക്കണതേ. അപ്പോൾ ഈ ജഗത്തിനെ വിശ്വാകാരമായി കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ അറിയണം. അതാണ് ശരിക്ക് എന്താ ബ്രഹ്മം. അതും കൂടി ഇതിൽ ഈ വരുന്നുണ്ട്. കാരണം ഈ ഹോൾ അക്ഷരമാലയിൽ ഈ ബ്രഹ്മത്തിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നുണ്ട് അക്ഷരമാല. അതുകൊണ്ട് വെറുതെ ഉള്ള ഒരു കുറേ ശബ്ദങ്ങളല്ല എന്നർത്ഥം. അതാണ് ഇത് പറയണത്. എല്ലാറ്റിനും നമ്മുടെ ഇതിൽ വലിയ അർത്ഥമാണല്ലോ. അപ്പോൾ ആ എന്നുള്ളത് എന്തുകൊണ്ടാണ് തുടങ്ങിയ വെച്ചാൽ ഓം എന്നുള്ളതെന്ന് പിരിയുമ്പോഴുള്ള 3 എണ്ണത്തിൽ ഒന്നാണതേ അല്ലേ. ആ ഉ മ അതെന്നല്ലോ. അപ്പോൾ അതിനൊക്കെ വലിയ ഒരർത്ഥമായിട്ടാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്താ പറയണ വെച്ചാൽ എനിക്ക് ഈ അക്ഷരാവലിയിലത്തെ, അതായത് അക്ഷരമാലയിലത്തെ ഓരോ അക്ഷരങ്ങളും 51 16 35 ആ 51 അക്ഷരങ്ങളും ക്രമത്തിൽ ഓരോ അക്ഷരമായിട്ട് ഓരോ ശ്ലോകങ്ങൾ തുടങ്ങി എനിക്ക് ഈ ഹരിനാമകീർത്തനം കൊണ്ട് അങ്ങേ സ്തുതിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ. അല്ലെങ്കിൽ അതിനായിട്ട് അങ്ങേ ഭഗവാൻ കാരുണ്യം എന്നിൽ വർഷിക്കണേ. അതും എങ്ങനെയാണ് ഞാൻ എഴുതാൻ തുടങ്ങണത്? ഈ എല്ലാം ഈ പരബ്രഹ്മത്തിൽ നിന്നും വന്നതാണെന്നുള്ള അറിവോട് കൂടിയിട്ടാണ് എഴുതാൻ തുടങ്ങണത്. അതായത് ഇത് ഈ എല്ലാ വസ്തുക്കളും ആദ്യ അക്ഷരമായിട്ടുള്ള അനാദിയും അനന്തവുമായ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നുണ്ടായി അതിൽ തന്നെ വർത്തിക്കുന്നു, അതിൽ തന്നെ ലയിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ഈ വിചാരത്തോടെ അക്ഷരമാലയിലത്തെ ഓരോ അക്ഷരങ്ങളും ഉപയോഗിച്ച് കീർത്തന ശ്ലോകങ്ങൾ ഉണ്ടാക്കി അങ്ങയെ സ്തുതിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആ എന്നുള്ളതാണ് കേട്ടോ. അതിൽ ആ കഴിഞ്ഞു, ആദ്യത്തെ അൻപേണം എന്നുള്ളതിൽ ഇനി ആന്നും കൂടി ഇപ്പം ഇത് കഴിയും. അപ്പം ഞാൻ 15 വായിച്ച് ഇന്ന് നിർത്താം. ആദ്യക്ഷരത്തിലുളവായൊന്നിതൊക്കെയുമിതാദ്യക്ഷരത്തിലിതടങ്ങുന്നതും കരുതി ആദ്യക്ഷരാലി ആദ്യക്ഷരാൽ ഇവയിൽ ഓരോന്നെടുത്തു പരികീർത്തിപ്പതിന്നരുൾക. നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.